രാജ്യം മുഴുവൻ തൊഴിലില്ലായ്മ വർദ്ധിക്കുമ്പോൾ, കേന്ദ്ര സർക്കാർ നിയമനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും തസ്തികകൾ ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ LDF സർക്കാർ 3.5 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ കൊടുത്തു, PSC വഴി റിക്രൂട്ട് ചെയ്തു. ഇത് അവരുടെ ഇതിലുള്ളതാണ്, പ്രകടന പത്രികയിലുള്ളതാണ്, അവർ നിരന്തരം അത് പ്രചാരണായുധമാക്കിയതാണ്. അപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ട് പറയും, PSCയെ പറ്റി CPMൻ്റെ വക്താക്കൾ പറയും, ഞങ്ങൾ ധാരാളം റിക്രൂട്ട്മെൻറ്റ് നടത്തി കഴിഞ്ഞിരിക്കുന്നു, ഇത്ര റിക്രൂട്ട്മെൻറ്റ് ഇത്ര വർഷം കൊണ്ട് നടത്തി കഴിഞ്ഞിരിക്കുന്നു, നിരന്തരം പറയുമായിരുന്നു. കോൺഗ്രസ്സുകാരെ, UDFകാരെ നിങ്ങളും വിചാരിക്കണം നിങ്ങളുടെ ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ UDFകാരെ നിന്നിച്ചൊന്നും മിണ്ടൂല അതിനെപ്പറ്റി. എന്നാൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 2022-21 കാലത്ത്, അതായത് നവകേരള സദസ്സൊക്കെ നടക്കുന്ന സമയമുണ്ടല്ലോ, അതിന് തൊട്ട് മുമ്പ് ഇൻസ്റ്റയിൽ വലിയ തോതിലുള്ള പിണറായി വിരുദ്ധതയാണ് കണ്ടൻറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടുന്നത് എന്താണ് ഇങ്ങനെ കാര്യം, സർക്കാരിനെ പറ്റി അങ്ങനെ ഈ പുതിയ തലമുറക്കിടയിൽ മോശം കാര്യം വരേണ്ട കാര്യം എന്താണ്, സർക്കാർ നല്ല സർക്കാരാണെന്നാണല്ലോ സർക്കാർ പറയുന്നത്. നമ്മൾ വിചാരിക്കും അതിരൂക്ഷമായ എതിർപ്പ്, രോഷം പുതിയ തലമുറയിൽ നിന്ന് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ജന്തർ മന്ദറിൽ കാണുന്ന ജെൻസി പ്രൊട്ടസ്റ്റ് ഉണ്ടല്ലോ, അതിന് സമാനമായ കാര്യം ഇൻസ്റ്റയിലുണ്ടായിരുന്നു. പക്ഷെ അതാരും ശ്രദ്ധിച്ചില്ല, ആരും അത്ര മൈൻഡ് ചെയ്തില്ല. ഇനി നോക്കുക, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന ഏറ്റവും സ്പെക്ടാക്കുലറായിട്ട് സമരങ്ങളെല്ലാം PSCയുമായി ബന്ധപ്പെട്ടാണ്. എല്ലാം നമ്മൾ മണ്ണ് വരുത്തുന്ന പ്രക്ഷോഭമുണ്ടോ, അന്ന് മുട്ടിലഴിഞ്ഞ പ്രക്ഷോഭം, അങ്ങനെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പ്രക്ഷോഭങ്ങൾ നടന്നു, പക്ഷെ ആ സർക്കാർ ഗൗനിച്ചേയില്ല. സർക്കാർ പറഞ്ഞെന്താ, ഞങ്ങൾ പണി കൊടുത്തിട്ടുണ്ട്, ജോലി കൊടുത്തിട്ടുണ്ട്, ശരിയാണ്, വലിയ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, പണി കൊടുത്തിട്ടുണ്ട്, കണക്കുകളുണ്ട്. പക്ഷെ അത് ആർക്കാണ് കൊടുത്തതെന്നുള്ളത് ഇപ്പോൾ ഈ പരാതികൾ പുറത്തു വരുമ്പോഴാണ് വെളിയിൽ വരുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ സംഭവം ഉണ്ടായപ്പോൾ അത് കുറച്ചൊക്കെ വന്നിരുന്നു, പക്ഷെ അത് ഏറ്റെടുക്കാൻ പ്രതിപക്ഷം കാര്യമായിട്ട് മുന്നിട്ട് നിന്നില്ല. ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ കുത്തുകേസിലെ ഒന്നാം പ്രതി വീട് റെയ്ഡ് ചെയ്തപ്പോൾ വേറൊരു സാധനം കൂടി കിട്ടിയായിരുന്നു, കേരള യൂണിവേഴ്സിറ്റിയിലെ ഉത്തരക്കടലാസ്, ബ്ലാങ്ക് ഉത്തരക്കടലാസ്. ഒന്ന് ആലോചിച്ച് നോക്കുക, യൂണിവേഴ്സിറ്റിയുടെ ഉത്തരക്കടലാസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് കിട്ടുക, അതേ പ്രതിക്ക് PSC നിയമനം കിട്ടിയത് എങ്ങനെയാണെന്നുള്ള ചോദ്യം വരിക. ഇവിടെ ഇതിപ്പോൾ പ്ലാനിംഗ് ബോർഡിൽ വളരെ പ്രധാനപ്പെട്ട തസ്തികയിലായതുകൊണ്ടാണ് ആ ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പുറകെ കൂടിയത്. അതല്ലാത്ത ആരെങ്കിലും കൂടും, കിട്ടിയില്ല, നമ്മുടെ ദൗർഭാഗ്യം എന്നേ പറയുള്ളൂ. ഈ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ ഇന്നിപ്പോൾ ഒരാളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അയാൾ ഇതേ കാര്യം പറയുന്നുണ്ട്, ഇതാരും ഇതിൻ്റെ പിറകെ കൂടില്ല എന്നുള്ളതാണ്. അത് കിട്ടില്ല, നമുക്ക് ലക്കില്ല എന്നുള്ളത് വിട്ടുകളയും, ആളുകൾ വേറെ അടുത്ത ജോലിക്ക് പോകും, അല്ലെങ്കിൽ അടുത്ത PSC എഴുതാൻ വയ്ക്കും. ഇതാണ് സംഭവിക്കുന്നത്. KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഈ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ, അതിന് മുമ്പത്തെ സർക്കാർ കൊട്ടിക്കൊഴിച്ചുകൊണ്ടൊരു പുതിയ രീതിയാണ്. കേരളത്തിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ ഉണ്ടാക്കുക. ആ പരീക്ഷകൾ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിലാരാണ് നിയമിക്കപ്പെട്ടത്, എന്തായിരുന്നു ആ പരീക്ഷകൾ, അതിൻ്റെ ചോദ്യത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു, അതിൻ്റെ ഉത്തരക്കടലാസ് എങ്ങനെയാണ് നോക്കിയത്. അതായത് ഇപ്പോഴത്തെ PSC ചെയർമാൻ ബൈജു, അദ്ദേഹം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപനം മറ്റൊക്കെയാണ്. അദ്ദേഹം കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ CPMൻ്റെ പോഷക സംഘടനയാണ്, അതിൻ്റെ ഭാരവാഹിയായിരുന്നു. ഈ ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി, അതായത് അതിലെ ഓരോ PSC പരീക്ഷയിലെയും സബ്ജക്റ്റ് എക്സ്പേർട്ടും ഇൻ്റർവ്യൂ നടത്താൻ വരുന്നവരൊക്കെ ഈ അസോസിയേഷനിൽ പെട്ട ആളുകൾ മാത്രം. നിയമിക്കപ്പെടുന്നതെല്ലാം എന്താണ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു PSC പരീക്ഷയിൽ നിയമിതരായ ആളുകൾ മുഴുവൻ ഒരു സർവകലാശാലയിൽ പഠിച്ച ആൾക്കാർ, ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റി പഠിച്ച ആൾക്കാർ, വേറെ യൂണിവേഴ്സിറ്റി പഠിച്ച ആരും അതിൽ നിയമിക്കപ്പെടുന്നില്ല. ഇങ്ങനെ കുറേ സമാനമായ ഫിഷറീസ് സർവകലാശാല. അപ്പോൾ ഇങ്ങനെ ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണം, അതിൽ നിയമനം പാടില്ല എന്ന് പറഞ്ഞ് സർക്കാരിന് കത്ത് കൊടുത്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി കളഞ്ഞു. ഇതൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്, അന്ന് ഇതൊന്നും വാർത്തയായിട്ടില്ല, ഇതൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് PSC എന്ന് പറയുന്നൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇപ്പോൾ PSC ചെയർമാനെ സംസ്ഥാന സർക്കാരിന് മാറ്റാൻ കഴിയില്ല. അന്വേഷിക്കാം, പോലീസിനെ അന്വേഷിക്കാം, വിജിലൻസിനെ അന്വേഷിക്കാം, എങ്കിൽ പോലും PSC ചെയർമാനെ മാറ്റാൻ പറ്റില്ല ടെന്യൂർ പൂർത്തിയാക്കാതെ. ഇനി എന്തെങ്കിലും ഒരു ക്രമക്കേട് കണ്ടെത്തിയാൽ തന്നെ PSC ചെയർമാനെ മാറ്റി എന്ത് ചെയ്യണമെന്ന് അറിയാമോ, സുപ്രീം കോടതി അന്വേഷിക്കണം. പ്രസിഡന്റിനെ മാറ്റാൻ കഴിയും, സുപ്രീം കോടതി അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് പ്രസിഡന്റ് കൊടുത്ത് പ്രസിഡന്റിനാണ് ഈ PSC ചെയർമാനെ മാറ്റാൻ കഴിയും. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അതിനൊരു SIT ആണോ വേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും വലിയ ക്രമക്കേടുകൾ പുറത്തു വന്ന്, ഇപ്പോൾ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് തന്നെ ഒട്ടുമിക്ക പരീക്ഷകളിലും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ ഇത് SIT അന്വേഷിച്ച് ഇത് BNS പ്രകാരം കേസെടുക്കേണ്ട സംഭവം അല്ല. ഇത് സംസ്ഥാന സർക്കാർ മുകളിലേക്ക് വിടണം, സുപ്രീം കോടതിയിൽ അന്വേഷിക്കാൻ പറയണം. എന്നിട്ട് ഈ പറയുന്ന നേരത്തെ ദൗസായി ചൂണ്ടിക്കാട്ടിയ പ്രശ്നമുണ്ടല്ലോ, ഇതൊരു ബോഗസ് ഓർഗനൈസേഷനായി മാറിയിരിക്കുക. 10-20 പേര്, അന്യായ ശമ്പളം, വലിയ പെൻഷൻ, ഈ പറയുന്ന പൊളിറ്റിക്കൽ നിയമങ്ങൾക്ക് വേണ്ടി അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമായത് മാറുകയാണ്. അതുമാത്രമല്ല, ഇതിലേക്ക് പാർട്ടി സർവീസ് കമ്മീഷനാക്കി മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് PSC അങ്ങനെ മാറ്റിയിരിക്കുന്നു. ഘടനാപരമായ മാറ്റം വരുത്തണം, പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും മാറ്റം വരുത്തണമെങ്കിൽ സമഗ്രമായൊരു അന്വേഷണം വേണം. ഇത് കേവലമായി ഇതിലിപ്പോൾ അഴിമതി നടന്നോ ക്രമക്കേട് നടന്നോ എന്നൊക്കെ SITയോ അജിതാബിയോ അന്വേഷിച്ചിട്ട് കാര്യമല്ല.
ഇത് ഘടനാപരമായ മാറ്റം വരുന്ന രീതിയിൽ ഇത് സുപ്രീം കോടതി നേരിട്ട് അന്വേഷിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം.